മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ഏതൊക്കെ സെക്ടേഴ്സ് ടോപ്പ് ഗെയിനേഴ്സ് ആയി, ഏതൊക്കെ സെക്ടർ ടോപ്പ് ലൂസേഴ്സ് ആയി, പ്രധാനപ്പെട്ട ന്യൂസ് എന്തൊക്കെയാണ്, നാളെ ഒരു IPO ഓപ്പൺ ആകാൻ പോകുന്നു, അപ്പൊ ആ IPO വർത്താണോ മേടിക്കാൻ, അതുപോലെ FII ഹോൾഡിംഗ്സ് ഈയിടെ വർദ്ധിച്ച സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് നോക്കാം. അതോടൊപ്പം സ്വിംഗ് ട്രേഡിംഗ് ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്യുന്ന കോൾസും ഇതിലൂടെ നോക്കാം. കാരണം ടെലഗ്രാം വെക്കാവുന്നില്ല, അതുകൊണ്ട് ഇതിൽ നമുക്ക് ഈ ഒരു വീഡിയോയില് പറയാം. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുകയാണ്. ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും കൂടി ഇന്ത്യ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ ചെക്ക് ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ മാർക്കറ്റ് ഇന്നൊരു സ്റ്റേബിൾ ആണ്. യൂഷ്വലി ഈ ഒരു അപ് ട്രെൻഡ് വരുമ്പോൾ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ടേ പോകും, വളരെ ചെറിയ രീതിയിൽ കയറത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻട്രാഡേ ട്രേഡേഴ്സിനൊന്നും ഇത് വലിയ ബെനിഫിറ്റ് അല്ല, ഉള്ളി ഇൻവെസ്റ്റേഴ്സിന് മാത്രമാണ് ബെനിഫിറ്റ് ആവുന്നത്. അപ്പൊ വളരെ ഒരു റേഞ്ച് പിടിച്ചാണ് കയറുന്നത്. ഓക്കെ, അപ്പൊ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുമ്പോൾ US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഒരു മെസ്സേജ് നൽകിയിരിക്കുകയാണ്. യെസ്റ്റർഡേ നല്ലൊരു ദിവസമായിരുന്നു, ഇന്നലെ നല്ലൊരു ദിവസമായിരുന്നു. പീസ് ടോക്ക് നടന്നു. ഇറാന്റെ ന്യൂക്ലിയർ വാർ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പീസ് ഡീല് സ്മൂത്ത് ആയിട്ട് ക്ലോസ് ആയി എന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് അദ്ദേഹം കൊടുത്തിരിക്കുകയാണ്. അതുപോലെ പീസ് ഡീലും കൺഫേം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് 60 ദിവസങ്ങൾക്ക് ഇറാൻ US അറ്റാക്ക് ഉണ്ടാവത്തില്ല. പിന്നെ പീസ് ഡീല് ഓവർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇന്ത്യയുടെ US-ന്റെ ട്രേഡ് ഡീല് നടക്കുകയാണ്. അപ്പൊ ഇതുവരെ ക്ലോസ് ആയിട്ടില്ല. ട്രേഡ് ഡീല് ഡൽഹിയിൽ ഡിസ്കഷൻ നടക്കുന്നതേ ഉള്ളൂ. പിന്നെ യെസ്റ്റർഡേ ഇന്നലെ US പ്രസിഡന്റ് ട്രംപ് ഒരു മെസ്സേജ് നൽകിയിരിക്കുകയാണ്. അതായത് ലെബനാനിലുള്ള കൈക്കൂലികള് എന്ത് ചെയ്യാ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ, ഞങ്ങള് ഇറാനെ വീണ്ടും അറ്റാക്ക് ചെയ്യും എന്നുള്ള രീതിയിൽ ട്രംപ് വീണ്ടും ഈ ഒരു മെസ്സേജ് നൽകിയിരിക്കുകയാണ്. അതുപോലെ US മാർക്കറ്റ് മോർണിംഗിൽ നിങ്ങൾ നോക്കിയാൽ 200 പോയിന്റ്സ് ഡൗണിലാണ്. ഈ ഒരു ആഫ്റ്റർ പ്രൈസ് ഡീൽ ന്യൂസ് വന്നതിന് ശേഷം US ഫീച്ചേഴ്സ് 250 പോയിന്റ്സ് ഹൈയില് ട്രേഡായി. അതുപോലെ യൂറോപ്പ് മാർക്കറ്റ് ഹൈയില് ട്രേഡായി. ഏഷ്യൻ മാർക്കറ്റ് മോർണിംഗ് ജാപ്പനീസ് നിക്കിയൊക്കെ ഒരു ലാസ്റ്റ് വീക്ക് മുതൽ തന്നെ നോൺ സ്റ്റോപ്പ് ആയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയതിനു ശേഷം തന്നെ ജാപ്പനീസ് നിക്കി നല്ല നോൺ സ്റ്റോപ്പ് ആയിട്ട് ജാപ്പനീസ് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നു. ജാപ്പനീസ് നിക്കി മോർണിംഗിൽ 1.55% ആണ് കയറിയിരിക്കുന്നത്. ഈ ഒരു മാസത്തിൽ മാത്രം 10% ആണ് ജാപ്പനീസ് നിക്കി കയറിയിരിക്കുന്നത്. അതുപോലെ ഒരു വർഷത്തിനുള്ളിൽ 90%, ഏകദേശം ഡബിൾ ആണ് ജാപ്പനീസ് മാർക്കറ്റ് കയറിയിരിക്കുന്നത്. ഹാൻസൺ ഇൻഡെക്സ് 0.65% ഡൗണിൽ ക്ലോസ് ആയി. ഇതുപോലെ ഷാങ്ഹായ് ഇൻഡെക്സ് 2.5% ഹൈയില് ക്ലോസ് ആയിരിക്കുകയാണ്. നമ്മുടെ നിഫ്റ്റി രാവിലെ ഒരു പോസിറ്റീവായിട്ട് തന്നെ ഓപ്പൺ ആയി. 24,100 ഓപ്പൺ ആയിട്ട് 24,160 ആ ഒരു റേഞ്ച് പോയിട്ടുണ്ട്. എന്നാലും ഈ ഒരു ബുൾ മാർക്കറ്റിൽ ട്രേഡേഴ്സിന് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. പോർട്ട്ഫോളിയോയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. മാർക്കറ്റ് കയറുന്നു എന്നുള്ളതേ ഉള്ളൂന്നല്ലാതെ പോർട്ട്ഫോളിയോയിലേക്കൊന്നും വലിയ ചേഞ്ചസ് നമുക്ക് വരുന്നില്ല. അപ്പൊ സെൻസസ് 291 പോയിന്റ്സ് ഹൈയില് ക്ലോസ് ആയി. 77,094 വന്ന് സെറ്റിൽ ആയിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റി 90 പോയിന്റ്സ് ഹൈയില് ക്ലോസ് ആയിട്ടുണ്ട്. 0.37% ഹൈയില് 24,103 വന്നിട്ട് സെറ്റിൽ ആയിരിക്കുന്നു. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഏകദേശം ഹാഫ് ടു 1 ആ ഒരു പെർസെന്റേജിൽ ഹൈയില് ക്ലോസ് ആയിരിക്കുകയാണ്. അപ്പൊ വലിയ ഒരു ഇതില്ല. സെക്ടർ വൈസ് നോക്കിയാൽ FMCG, കൺസ്യൂമർ ഡ്യൂറബിൾസ് ഇത് ഒഴിച്ച്, ഈ 2 സെക്ടർ ഒഴിച്ച് ബാക്കി മീഡിയ, IT, മെറ്റൽ, ഫാർമ, ഓട്ടോ, എനർജി ഒക്കെ തന്നെ ഹാഫ് ടു 1% ഹൈയില് ക്ലോസ് ആയിരിക്കുന്നു. പിന്നെ ഇന്ത്യൻ റുപ്പി നിയർലി 35 പൈസ ഡിപ്രീഷിയേറ്റ് ആയിരിക്കുകയാണ്. 94.68 സെറ്റിൽ ആയി. പ്രീവിയസ് ആയിട്ടുള്ള ഫ്രൈഡേ ക്ലോസ് 94.33. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട സ്റ്റോക്ക് മാർക്കറ്റ് ഇത് പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്. ഇവന്റ് എന്ന് പറയുമ്പോൾ ഇന്ന് ഇവന്റുകളൊന്നും ഇല്ല, നാളെയാണ് ഇവന്റ് ഉള്ളത്. ഇന്ത്യയുടെ HSBC PMI ഡേറ്റ വരുന്നു. മോർണിംഗ് 10:00 വരുന്നത്. സോ നാളെ ഒരു IPO ഓപ്പൺ ആവാനായിട്ട് പോവുകയാണ്. അപ്പൊ ആ IPO നമുക്ക് IPOയുടെ ഡീറ്റെയിൽസ് നോക്കാം.
ഈ ഒരു IPO മേടിക്കാനായിട്ട് വർത്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ IPOയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സോ അദ്വിക് ജുവൽസ് IPO ലിമിറ്റഡ്, അപ്പൊ ഇവര് ഒരു ജയ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവർക്ക് ഇപ്പൊ ഒരു ജയ്പൂരിൽ ഒരൊറ്റ ഷോറൂമേ ഉള്ളൂ. പക്ഷെ ഈ ഒരു വർഷം കഴിയുന്നതിന് മുന്നേ 7 മുതൽ 8 ഷോറൂം ഞങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കും എന്നുള്ള രീതിയിലും, മാത്രമല്ല നെക്സ്റ്റ് 2028 2 ഇയേഴ്സിനുള്ളിൽ 30 ഷോറൂം ഞങ്ങൾ ഓൾ ഓവർ ഇന്ത്യ ഓപ്പൺ ചെയ്യും. അതിനു വേണ്ടിയാണ് ഞങ്ങൾ IPOന് വരുന്നത് എന്ന് ഇവര് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഒബ്ജക്റ്റീവ്സില്. ഇപ്പൊ 23-ാം തീയതി നാളെയാണ് ഓപ്പൺ ആകുന്നത്. ട്യൂസ്ഡേ ഓപ്പൺ ആയിട്ട് തേഴ്സ്ഡേ ക്ലോസ് ആകുന്നു 25ന്. ഇപ്പൊ ലിസ്റ്റിംഗ് എപ്പോ വരും എന്ന് വെച്ചാൽ ജൂലൈ 1 ലിസ്റ്റിംഗ് വരുന്നത്. 10 രൂപയാണ് ഇവരുടെ ഫേസ് വാല്യൂ വരുന്നത്. ഇഷ്യൂ പ്രൈസ് 130 rupees to 138 rupees, അതായത് നിങ്ങൾക്ക് 138 rupeesന് അപ്ലൈ ചെയ്യാം. പിന്നെ ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് 632 crores ആണ്. പിന്നെ ഏതൊരു IPO നമ്മൾ നോക്കുന്നതിന് മുന്നേ, വാങ്ങിക്കുന്നതിന് മുന്നേ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കാം. അതായത് ഈ ഒരു IPO മേടിക്കാൻ വർത്താണ് എന്നുള്ളത്. അപ്പൊ ഇവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ലാസ്റ്റ് ഇയർ നോക്കുമ്പോഴത്തേക്ക് 25 crores ഉണ്ടായിരുന്നു. അപ്പൊ അതിന് മുന്നേ ഉള്ള വർഷം, അതായത് 2023 10 crores. സോ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വർദ്ധിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് പ്രോഫിറ്റും നല്ല വർദ്ധിച്ചിട്ടുണ്ട്. അതായത് അസറ്റ് 164 crores ആണ് വന്നിരിക്കുന്നത്. ടോട്ടൽ ബോറോവിങ്സ് 64 crores. സോ ബോറോവിങ്സിനെക്കാളും അസറ്റ് കൂടുതലായിട്ടുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. പിന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇയർ ഓൺ ഇയർ ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ് ആകുന്നത് ഒരു പോസിറ്റീവ് ആണ്. പിന്നെ കമ്പനിയുടെ ROC 24%, ROE റിട്ടേൺ ഓൺ ഇക്വിറ്റി 36% ഉണ്ട്. പിന്നെ റവന്യൂ 123 crores ഉണ്ട്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് മാർജിനും 30% ആണ്. സോ കമ്പനി നല്ല ഒരു വളർന്നു വരുന്ന ഒരു കമ്പനിയാണ്. നിങ്ങൾക്ക് ഈ IPO 138 rupeesന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഇതേപോലെ തന്നെയാണ് തങ്കമയിൽ ജുവലറി 100 rupeesന് താഴെയൊക്കെയാണ് ഇരുന്നത്. ഇപ്പൊ നല്ല റേറ്റിന് മുകളിൽ വന്നിരിക്കുകയാണ്. അപ്പൊ അതുപോലത്തെ ഒരു സ്റ്റോക്കാണ് ഈ ഒരു സ്റ്റോക്കും. അപ്പൊ ഈ IPO നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമോ എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ട് അപ്ലൈ ചെയ്യാം. കാരണം ഇവർ ഒത്തിരി ബ്രാഞ്ചസ് ഓപ്പൺ ആകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡിമാൻഡ് കൂടും. ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. പിന്നെ ഇവരുടെ ഈ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും കുഴപ്പമില്ല, നല്ല ബെറ്റർ ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലോട്ട് അപ്ലൈ ചെയ്യാം. 3 ദിവസം, ഒരു ലോട്ടല്ല എത്ര ലോട്ട് വേണമെങ്കിലും. ബട്ട് എന്നാലും ഇത് ലോട്ടറി ബേസിസിലാണ്. അപ്പൊ 3 ദിവസമേ ഈ ഒരു IPO ഓപ്പൺ ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പൊ പലർക്കും ഡൗട്ട് വരും, എനിക്ക് 2-3 ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട്, അപ്പൊ ഞാൻ ലോട്ടറി ബേസിസ് ആയതുകൊണ്ട് തന്നെ 2-3 ഡിമാറ്റ് അക്കൗണ്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. കാരണം നമ്മുടെ പാൻ സെയിം തന്നെയാണ്. ഇപ്പൊ പക്ഷെ ഫാമിലി മെമ്പേഴ്സിന് വേറെ ആർക്കും ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ FISന്റെ ഡേറ്റ നമുക്ക് നോക്കാം. അപ്പൊ FISന്റെ ഡേറ്റ 635 crores ആണ് ഇന്ന് FIS സെല് ചെയ്തിരിക്കുന്നത്. അതുപോലെ DAS 1035 crores ബൈ ചെയ്തിട്ടുണ്ട്. സോ നെറ്റ് ആയിട്ട് 317 crores മാർക്കറ്റിൽ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് മാർക്കറ്റ് 70 points കയറിയത്. ഓക്കെ, ഇതാണ്. പിന്നെ റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ 24,200 ഈ ഒരു റേഞ്ച് തന്നെയാണ്. സപ്പോർട്ട് ലെവൽ 24,000. പിന്നെ അതിന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 23,900. ഇതാണ് മെയിൻ ആയിട്ടുള്ള റേഞ്ച്. അപ്പൊ ഇനി നമുക്ക് FIA ഹോൾഡിങ്സ് വർദ്ധിച്ച സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകളൊക്കെ ഇനി ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ FIA ഹോൾഡിങ്സ് വർദ്ധിച്ച സ്റ്റോക്കുകൾ എടുത്തു പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ടെലഗ്രാമിൽ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ്. അപ്പൊ ഇത് ഏകദേശം 1 ഇയറിൽ തന്നെ 265% വരെ ഉയർന്ന സ്റ്റോക്കുകളാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് ബജാജ് കൺസ്യൂമർ കെയർ. ഈ ഒരു സ്റ്റോക്ക് എടുത്തു പറയേണ്ട സ്റ്റോക്കാണ്. ഇവരുടെ FIA ഹോൾഡിങ്സ് നല്ല ഇൻക്രീസ് ആയിരിക്കുകയാണ്. 9% നിന്ന് 16.59 ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. രണ്ടാമത്തെ സ്റ്റോക്ക് അക്യൂട്ടാസ് കെമിക്കൽസ്. ഈ ഒരു സ്റ്റോക്കാണ് 3,250 rupeesൽ ട്രേഡ് ചെയ്യുന്നു. ഇവരുടെ FIA ഹോൾഡിങ്സ് നല്ല വർദ്ധിച്ചിരിക്കുകയാണ്. അതായത്
16% 19% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. ഇവരുടെ റിട്ടേൺസ് എന്ന് പറയുമ്പോൾ 198% ആണ് ഇവർ റിട്ടേൺസ് തന്നിരിക്കുന്നത് ഈ ഒരു സ്റ്റോക്ക്. തേർഡ് സ്റ്റോക്കിലേക്ക് കിടക്കാം, ഡി ഡെവലപ്മെന്റ് എഞ്ചിനീയേഴ്സ്. ഓക്കെ, ഡി ഡെവലപ്മെന്റ് എഞ്ചിനീയേഴ്സ് ഈ ഒരു സ്റ്റോക്കും 0.77% നിന്ന് 0.99% ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ്. ഇവരുടെ FII ഹോൾഡിങ്സ് നിങ്ങൾ നോക്കിയാൽ ഈ സ്റ്റോക്കും FII ഹോൾഡിങ്സ് വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് FII ഹോൾഡിങ്സ് 0.78% നിന്ന് 0.99%, 125% ആണ് റിട്ടേൺസ് തന്നിരിക്കുന്നത്. യുണൈറ്റഡ് ഫുഡ്സ് ഫുഡ് ബ്രാൻഡ്സ് ഈ ഒരു സ്റ്റോക്കാണ്. ഓക്കെ, ഇവരുടെയും FII ഹോൾഡിങ്സ് ഇൻക്രീസ് ആയിരിക്കുന്നു. അതായത് 9.33% നിന്ന് ഏകദേശം 12 ആ ഒരു റേഞ്ചിലേക്ക് 9.33 നിന്ന് 9.66% ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ സ്റ്റൈലാം ഇൻഡസ്ട്രീസ്, ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി പറയുന്നത് മാത്രം, ഇതൊന്നും റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകളല്ല. 3173 റുപ്പീസിൽ കറന്റ് ട്രേഡ് ചെയ്യുന്നു. ഈ സ്റ്റോക്കിന്റെയും FII ഹോൾഡിങ്സ് 2.04% നിന്ന് 2.81% ആയിട്ട് വർദ്ധിച്ചിരിക്കുന്നു. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഈ ഒരു പ്രൈം ഫോക്കസ് ഈ ഒരു സ്റ്റോക്കാണ്. സോ പ്രൈം ഫോക്കസിന്റെയും FII ഹോൾഡിങ്സ് 3.35% നിന്ന് 3.67% ആയിട്ട് വർദ്ധിച്ചിരിക്കും. പിന്നെ ഈ സ്റ്റോക്ക് ഷിൻഡർ ഇലക്ട്രിക് പ്രസിഡന്റ് സിസ്റ്റംസ് ലിമിറ്റഡ് ഈ ഒരു സ്റ്റോക്കിന്റെയും FII ഹോൾഡിങ്സ് 3.02% നിന്ന് 3.18% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ പാരാസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ്, ഓക്കെ, ഇവരുടെയും 4.92% FII ഹോൾഡിങ്സ് 5.06% ആയിട്ട് മാർച്ച് മാസത്തിൽ ഉയർന്നിരിക്കുകയാണ്. അപ്പൊ ഈ 10 സ്റ്റോക്കിലാണ് FII ഹോൾഡിങ്സ് ഇൻക്രീസ് ആയത്. അതുപോലെ പിന്നെ ഫെഡറൽ ബാങ്ക് ഉണ്ട്. ഫെഡറൽ ബാങ്കിന്റെ FII ഹോൾഡിങ്സ് വർദ്ധിച്ചിട്ടുണ്ട്. ഫെഡറൽ ബാങ്കിന്റെ 24.94 നിന്ന് 26.05 ആയിട്ട് FII ഹോൾഡിങ്സ് ഇൻക്രീസ് ആയിരിക്കുന്നു. അതുപോലെ KEI ഇൻഡസ്ട്രീസ്, അങ്ങനെ ഒത്തിരി സ്റ്റോക്കുകളുണ്ട്. KEI ഇൻഡസ്ട്രീസിന്റെ ഒക്കെ 25.49% നിന്ന് 27.27% ആയിട്ട് ഇൻക്രീസ് ആയിരിക്കുകയാണ് FII ഹോൾഡിങ്സ്. ഡിസംബർ മന്തിൽ നിന്ന് മാർച്ച് മന്ത് ഇൻക്രീസ് ആയിട്ട്. പിന്നെ അതുപോലെ ലയോട്സ് എഞ്ചിനീയറിംഗ്, ഈ വീഡിയോ കുറച്ചൊന്ന് ലെങ്തി ആയിരിക്കും. ഓക്കെ, കാരണം ടെലഗ്രാം നമുക്ക് വെക്കാത്തതാണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ. ലയോട്ട് എഞ്ചിനീയറിംഗ്, ഓക്കെ, ലയോട്സ് എഞ്ചിനീയറിംഗ് 55% റിട്ടേൺസ് എന്ന സ്റ്റോക്കാണ്. ഇവരുടെ FII ഹോൾഡിങ്സ് 1.97% നിന്ന് 2.11% ആയിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. സോ ഇത്രയും 15 സ്റ്റോക്സ് ആണ് FII ഹോൾഡിങ്സ് ഇൻക്രീസ് ആയിരിക്കുന്നത്. അപ്പൊ അതല്ലാതെ സ്വിംഗ് ട്രേഡിങ്ങിന് MK ഗ്ലോബൽ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഈ ഒരു പൈൻ ലാബ്സ്. ഈ ഒരു പൈൻ ലാബ്സ് നല്ല ഉയരാൻ സാധ്യതയുണ്ട്. 225 ആണ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. MK ഗ്ലോബൽ 25% വരെയൊക്കെ 25 to 50% വളർച്ചാ സാധ്യത റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. സെക്കൻഡ് വരുന്നത് ഹ്യുണ്ടായി മോട്ടോഴ്സ്. ഹ്യുണ്ടായി മോട്ടോഴ്സ് 1989 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 2475 വരെ പോകും എന്ന് ICICI സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് കോഫോർജ് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. മോത്തിലാൽ ഒസ്വാള് 1900 വരെ 30% ഒക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് 1520 ആ ഒരു നിയറസ്റ്റ് ടാർഗറ്റ് എടുക്കുക. നെക്സ്റ്റ് വരുന്നത് ആധാർ ഹൗസിംഗ് ഫൈനാൻസ്. ആധാർ ഹൗസിംഗ് ഫൈനാൻസ് ഇന്നിപ്പോ ഇടിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബട്ട് ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ് ICICI സെക്യൂരിറ്റീസ്.
625 വരെ പോകുന്ന റെക്കമെൻഡ് ചെയ്യും. ബട്ട് 500 ബ്രേക്ക് ചെയ്താലേ ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു സ്റ്റോക്കിലുള്ളൂ. ദെൻ ബന്ധൻ ബാങ്ക്. അപ്പൊ ബന്ധൻ ബാങ്കിന്റെ 262 ആണ് ടാർഗറ്റ്. 26% വരെ ഉയരുമെന്ന് പറഞ്ഞിട്ട് പ്രഭുദാസ് വീലാത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ പ്രയോജനപ്പെട്ടാൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് പറഞ്ഞിട്ട് 50ഓളം വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.